വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചൈന അവരുടെ കർമ്മഫലം അനുഭവിക്കും. എന്തെന്നാൽ ചൈനയിലെ രണ്ട് പ്രധാനപ്പെട്ട റീജിയനുകളിലാണ് ഇപ്പോൾ ബോംബ് ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത്. ഈ ബോംബ് ബ്ലാസ്റ്റുകൾ നടത്തിയത് ആരാണ് എന്നറിഞ്ഞാൽ നാം ഏവറിഞ്ഞിട്ടും. കാരണം എന്തെന്നാൽ ചൈന ആരെയാണോ ഇതുവരെയും സപ്പോർട്ട് ചെയ്തിരുന്നത്, UN-ലടക്കം ആരെയാണോ സപ്പോർട്ട് ചെയ്തിരുന്നത്, അവർ തന്നെയാണ് ഇപ്പോൾ ചൈനയിലും ബോംബ് ബ്ലാസ്റ്റ് നടത്തിയിരിക്കുന്നത്. അതേ പാകിസ്ഥാനിലെ ഈ ഭീകര സംഘടനകൾ തന്നെയാണ്. ലഷ്കർ-ഇ-തോയ്ബ തന്നെയാണ് ഇപ്പോൾ ചൈനയിലും ബ്ലാസ്റ്റ് നടത്താൻ ആരംഭിച്ചിരിക്കുന്നത്. നിരവധി പേർ ഈ ബ്ലാസ്റ്റിൽ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും അത്ഭുതകരമായ വസ്തുത എന്തെന്നാൽ ഈ രണ്ട് ബ്ലാസ്റ്റുകളും നടന്നിരിക്കുന്നത് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ആസ്ഥാനങ്ങൾക്ക് അടുത്താണ്, അല്ലെങ്കിൽ മിലിറ്ററി ബേസുകൾക്ക് അടുത്താണ്. അവരെ ഉന്നം വെച്ച് തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇങ്ങനെയൊരു ബ്ലാസ്റ്റ് നടത്താൻ അവരെ പ്രേരിപ്പിച്ചത് എന്ത് കാരണം കൊണ്ടാണ് ഈ ബ്ലാസ്റ്റ് നടന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു പാകിസ്ഥാൻ ടെററിസ്റ്റ് ഗ്രൂപ്പ് ചൈനയിൽ ഈ ഒരു ബ്ലാസ്റ്റ് നടത്തിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയും അമേരിക്കയും ലഷ്കർ-ഇ-തോയ്ബയെയും അവരുടെ നേതാക്കളെയും എല്ലാം ബാൻ ചെയ്യാനുള്ള ആവശ്യം UN-ൽ ഉന്നയിച്ചപ്പോൾ അതിനെ വീറ്റോ പവർ ഉപയോഗിച്ച് എതിർത്തിരുന്നത് ചൈനയായിരുന്നു. 2008 മുതൽ ഈ ഒരു ആവശ്യം ഇന്ത്യ ഉന്നയിക്കുന്നു. അപ്പോഴെല്ലാം തന്നെ ചൈന അവരുടെ വീറ്റോ പവർ ഉപയോഗിച്ച് ഇതിനെ എതിർത്തിട്ടേ ഉള്ളൂ. അവരുടെ ആ ഒരു നടപടി ഇപ്പോൾ അവർക്ക് തന്നെ വിനയായിരിക്കുന്നു. ചൈനയിലെ ഷാൻതു റീജിയനിലും ഷെൻതൻ റീജിയനിലുമാണ് ഇപ്പോൾ രണ്ട് ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത്. ആ രണ്ട് ബ്ലാസ്റ്റും നടന്നത് 24 മണിക്കൂറിന്റെ ഉള്ളിലാണ്. ഫെബ്രുവരി 20 രാത്രിയിലും 21 പകലുമായാണ് ഈ രണ്ട് ബ്ലാസ്റ്റുകളും നടന്നത്. ചൈനയിൽ ഒരു ബ്ലാസ്റ്റ് നടന്നാൽ നമുക്കറിയാം വളരെ പെട്ടെന്ന് ആ ന്യൂസ് പുറത്തോട്ട് വരികയില്ല. എല്ലാ മീഡിയകളും ചൈനീസ് കൺട്രോളിലാണ്, ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. ഇന്ത്യയിൽ എങ്ങനെയാണോ ആഭ്യന്തര മന്ത്രാലയം പ്രവർത്തിക്കുന്നത്, അതുപോലെയാണ് ചൈനയിൽ MSS പ്രവർത്തിക്കുന്നത്. മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി MSS പ്രവർത്തിക്കുന്നത്. അവരുടെ റിപ്പോർട്ട് പ്രകാരം അവർ എല്ലാ മേഖലകളും പരിശോധിച്ചു വരികയാണ്. ഇത് ലഷ്കർ-ഇ-തോയ്ബ തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ്. എന്തുകൊണ്ടാണ് ലഷ്കർ-ഇ-തോയ്ബ അല്ലെങ്കിൽ ചൈനീസ് സ്പോൺസേഡ് തന്നെയാണ് ഈ പറയുന്ന പാക് ടെററിസ്റ്റ് ഗ്രൂപ്പുകളെല്ലാം തന്നെ, എന്തിനാണ് അവർ ഇങ്ങനെയൊരു ആക്രമണം ചൈനയിൽ നടത്തിയത് എന്ന കാരണം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുക. ഒന്ന്, CPEC തന്നെയാണ്. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, ഈ ഒരു കോറിഡോർ, ഒരു സാമ്പത്തിക ഇടനാഴി ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഗോദർ തുറമുഖം വരെ നടത്തുന്നുണ്ട്. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലൂടെയാണ് ഈ ഒരു സാമ്പത്തിക ഇടനാഴി നീണ്ടുപോകുന്നത്. ആ ഒരു സാമ്പത്തിക ഇടനാഴിയെ കുറിച്ച് പാകിസ്ഥാനിലുള്ള പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ, അതുപോലെ തന്നെ സിന്ധ്, പഞ്ചാബ് തുടങ്ങിയ പ്രവിശ്യകളിലെല്ലാം തന്നെ ഒരു പാകിസ്ഥാനികൾക്ക് വിരോധമാണ്. കാരണം അവരെല്ലാം വിചാരിക്കുന്നത് ചൈന ഒരു കൊളോണിയൽ സ്റ്റേറ്റ് ആയി തന്നെയാണ്. പാകിസ്ഥാന്റെ റിസോഴ്സുകളെല്ലാം കടത്തിക്കൊണ്ടു പോകുന്ന ഒരു കൊളോണിയൽ സ്റ്റേറ്റ് ആയിട്ടാണ് പാകിസ്ഥാനിലെ ഒരു വിഭാഗം ജനങ്ങൾ ചൈനയെ കാണുന്നത്. ആ ഒരു വികാരം തന്നെയാണ് പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തോയ്ബ ഉൾപ്പെടെയുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കുമുള്ളത്. അതോടൊപ്പം തന്നെ ചൈനയിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരെ ചൈന നടത്തുന്ന അടിച്ചമർത്തലുകൾക്കും പാകിസ്ഥാനിലെ ഈ മുസ്ലിം ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വിരോധമുണ്ട്. ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സ്റ്റേറ്റ് തന്നെ, രാജ്യം തന്നെ വിട്ടു നൽകണമെന്നും, അല്ലെങ്കിൽ മിനിമം ഒരു സ്റ്റേറ്റ് എങ്കിലും അവർക്ക് വേണമെന്നും എല്ലാമുള്ള ആവശ്യങ്ങൾ പാകിസ്ഥാനിനുള്ളിലും നിലനിൽക്കുന്നു. അവരെയും ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനാണ്. തന്നെ പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ്. ഇങ്ങനെ എല്ലാ ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും പാകിസ്ഥാനിൽ ഉണ്ടെങ്കിൽ പോലും ഒരു പാകിസ്ഥാൻ ടെററിസ്റ്റ് ഗ്രൂപ്പിന് നേരിട്ട് ചൈനയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ദുഷ്കരമാണ്. കാരണം എന്തെന്നാൽ ഒരിക്കലും നേരിട്ടൊരു ടെററിസ്റ്റ് ഗ്രൂപ്പിന് ചൈനയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ അവർക്ക് ചൈനയിൽ ഒരു ബ്ലാസ്റ്റോ ഒരു ടെററിസ്റ്റ് ആക്രമണമോ സ്പോൺസർ ചെയ്യാനും സാധിക്കുകയില്ല. കാരണം എന്തെന്നാൽ ഒരു ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഡീലിങ്സ് അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ എത്തിപ്പെടാനുള്ള മാർഗവും വളരെ വിരളമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും നിർണായകരമായ വസ്തുത. ഈ പറയുന്ന സാമ്പത്തിക ഇടനാഴിക്ക് വേണ്ടി $60 ബില്യൺ ചൈന ഇപ്പോൾ പാകിസ്ഥാനിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആക്രമണം ലഷ്കർ-ഇ-തോയ്ബ ചൈനയിൽ നടത്തിയത് നാം പരിശോധിക്കുമ്പോൾ അപ്പോഴാണ് ബംഗ്ലാദേശിലെ ടെററിസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് ഇതിൽ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം പാകിസ്ഥാനിലെ എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെയും ബംഗ്ലാദേശിലെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണകൂടം അല്ലെങ്കിൽ അവരുടെ ആ സംഘടന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും 14 വർഷത്തിന് ശേഷം ഇപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനുമായുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചിരിക്കുന്നു. ഈ പറയുന്ന വിമാന സർവീസ് പുനരാരംഭിച്ചതിലൂടെ നാം മനസ്സിലാക്കണം, കഴിഞ്ഞ 14 വർഷങ്ങളായി ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഇടയിൽ വിമാന സർവീസ് ഇല്ലായിരുന്നു. അതിനാൽ തന്നെ അവിടെയുള്ള ടെററിസ്റ്റുകൾക്ക് ബംഗ്ലാദേശിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായിരുന്നു. ഇപ്പോൾ ആ ഒരു മാർഗം സുഗമമായതോടുകൂടി ലഷ്കർ-ഇ-തോയ്ബ നേതാക്കൾ ബംഗ്ലാദേശിലേക്ക് എത്തുകയും അവിടെ നിന്നുള്ള ബംഗ്ലാദേശ് നേരിട്ടൊരു പദ്ധതി അല്ല ആവിഷ്കരിച്ചിരിക്കുന്നത്, ഇൻഡയറക്റ്റായി സപ്പോർട്ട് ചെയ്യുക, അവരുടെ സ്ലീപ്പിംഗ് സെല്ലിനെ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ട്രാവൽ ഒരുക്കുക,
ലോക്കൽ സപ്പോർട്ട് ഒരുക്കി കൊടുക്കുക തുടങ്ങിയ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും ബംഗ്ലാദേശ് നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ലഷ്കർ ഇ തോയ്ബ നേതാക്കൾ ബംഗ്ലാദേശിൽ വന്നു ചേർന്നതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ബംഗ്ലാദേശ് സപ്പോർട്ടോട് കൂടിയാണ് ഇപ്പോൾ ചൈനയിൽ ഇങ്ങനെയൊരു ബ്ലാസ്റ്റ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ ബംഗ്ലാദേശിന്റെ സപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ ചൈനയിൽ ഈ രണ്ട് ബ്ലാസ്റ്റുകൾ നടന്നിരിക്കുന്നത്. ഒരു ബ്ലാസ്റ്റിൽ 12-ലധികവും മറ്റേ രണ്ടാമത്തെ ബ്ലാസ്റ്റിൽ 10-നടുത്തും ആളുകൾ മരണപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മസൂദ് അസർ അടക്കമുള്ള ലഷ്കർ ഇ തോയ്ബ നേതാക്കളെ ബാൻ ചെയ്യണമെന്നും വിലക്കണമെന്നും ഇന്ത്യ 2008 മുതൽ ആണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനെല്ലാം എതിര് നിന്ന ചൈനയ്ക്ക് ഇപ്പോൾ അവരുടെ കർമ്മഫലം ലഭിച്ചു എന്ന് വേണം നമുക്കറിയാൻ. ഇനി ഇത് വർദ്ധിക്കുകയുള്ളൂ. കാരണം ചൈനയിൽ നടക്കുന്ന ആക്രമണങ്ങൾ പുറം ലോകം അറിയുന്നില്ലെങ്കിൽ പോലും അവിടെ ചൈന അസ്വസ്ഥമാവുകയാണ്. പാകിസ്ഥാനുമായുള്ള കമ്പനി അല്ലെങ്കിൽ പാക് ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തതിന്റെ ഫലം ഇനി ചൈന അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി ഇതിന് ചൈന ഉന്നയിക്കുന്ന വാദം അല്ലെങ്കിൽ മറുവാദം എന്തായിരിക്കും എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഫെബ്രുവരി 5-ന് ചൈനയിൽ ഒരു പ്ലാന്റ് ഇൻഡസ്ട്രിയൽ ആക്സിഡന്റ് നടന്നിരുന്നു. അതിൽ 8 ആളുകൾ മരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി 10-നടുത്ത് 10-ാം തീയതിയോടുകൂടി തന്നെ മറ്റൊരു കെമിക്കൽ പ്ലാന്റിൽ ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. അതിൽ 5 പേർ മരിച്ചിരുന്നു. ഇതിന് തുടർച്ചയായി നടന്ന ഒരു അപകടമാണ് ഇപ്പോൾ ഈ പറയുന്ന PLA ആസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ മിലിറ്ററി ബേസിൽ നടന്ന ഈ ആക്രമണങ്ങളും എന്നായിരിക്കും ചൈന വിശദീകരിക്കാൻ പോകുക. തീർച്ചയായും ഇത് പാകിസ്ഥാൻ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ലഷ്കർ ഇ തോയ്ബയുടെ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അത് ആദ്യം മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി വിലയിരുത്തിയതുമാണ്. ചൈന അവരുടെ കർമ്മഫലം അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.